ആളുകളെ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഇപ്പോൾ ഈ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. അർജുന്റെ അന്ത്യയാത്രയാണ്. ഗംഗാവലി പുഴയുടെ തീരത്ത് അപകടമുണ്ടായ ഷിരൂരിലെ കുന്നിടിഞ്ഞ് ദേശീയപാതയും കടന്ന് ഗംഗാവലി പുഴയിലേക്ക് ആ ട്രക്ക് തള്ളിയ നദിയുടെ മടിത്തട്ടിലേക്ക് വീഴ്ത്തിയയിടത്ത് അപകട സ്ഥലത്ത് അല്പസമയം ആ വാഹനം ഒന്ന് നിർത്തും. അർജുന്റെ അവസാന യാത്രാമൊഴിയും ഗംഗാവലി സ്വീകരിക്കും. അതിനുശേഷം നേരെ കണ്ണാടിക്കലിലേക്ക് അർജുന്റെ വീട്ടിലേക്ക് ഈ യാത്ര നീളും. വഴിയിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നു പോലീസുകാർ. ഒപ്പം യാത്രയ്ക്കൊപ്പം വീട്ടിലേക്ക് എത്തുകയാണ് കർണാടക കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ. AK അഷ്റഫ് MLA അടക്കമുള്ളവർ ഒന്നിച്ചുണ്ട്. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും അനുജൻ അഭിജിത്തും ഒപ്പമുണ്ട്. അങ്ങനെ അർജുൻ തിരികെ എത്തുകയാണ് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക്. ദീപക്, ഒരിക്കലും ഇങ്ങനെയൊരു മടങ്ങിവരവല്ല കുടുംബം പ്രതീക്ഷിച്ചത്. പക്ഷേ ഒടുവിൽ അർജുൻ എവിടെയാണെന്നുള്ളതിൻ്റെ ഒരു ശേഷിപ്പെങ്കിലും കിട്ടിയാൽ മതി എന്ന ഘട്ടത്തിലേക്ക് വരെ അവർ എത്തി. അവരുടെ കണ്ണീരൊക്കെ കരഞ്ഞ് വറ്റുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ. കേരളം മുഴുവനെന്നല്ല, മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാം കണ്ടറിഞ്ഞത്. അർജുൻ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നാളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ കണ്ണാടിക്കലിൽ ഒരുങ്ങുന്നുണ്ടാവണം. രാവിലെ എത്ര മണിയോടെ കണ്ണാടിക്കലിൽ എത്തിച്ചേരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. സുജയ, ഇപ്പോൾ യാത്ര പുറപ്പെട്ടാൽ തന്നെ ഏതാണ്ട് സമയം 10 മണിക്കൂറോളം എടുക്കും. കാരണം വൈകുന്നേരത്തെ ട്രാഫിക്കാണ്. പക്ഷേ അത്തരത്തിലുള്ള ട്രാഫിക്കിംഗ് ഉണ്ടെങ്കിൽ പോലും അത് ആ തടസ്സമില്ലാതെ തന്നെ ആംബുലൻസിന് കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് MLA ഉൾപ്പെടെ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. MLA ആണ് ഇപ്പോൾ, സതീഷ് കൃഷ്ണ സെയിലിയാണ് ഇപ്പോൾ യാത്ര പുറപ്പെടുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സംഘങ്ങളും ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം കടന്നു പോവുകയാണ്. അങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ഒരു യാത്ര അങ്ങ് ഷിരൂരിലേക്ക് എത്തും. ഷിരൂരിലെത്തുന്ന ഘട്ടത്തിൽ അവിടെ കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അങ്ങനെ അവിടെ ചെലവഴിച്ച് അവിടെ നിന്നും പിന്നീട് മുന്നോട്ട് പോകുന്ന ഓരോ ഘട്ടത്തിലും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ നിരവധിയായ ആളുകൾ പലയിടങ്ങളിലും കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ആ അർത്ഥത്തിൽ അങ്ങനെ അന്ത്യാഞ്ജലി അർപ്പിച്ച് കടന്നു പോകാവുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സംവിധാനം പോലെ ഫ്രീസർ സംവിധാനം ഉൾപ്പെടെ ആ വാഹനത്തിന് അകത്ത് കാണാവുന്ന രീതിയിൽ പോലുമല്ല. എങ്കിൽ പോലും അർജുൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ള ഒരു വികാരം അത് പൊതുവെ മലയാളിയുടെ മനസ്സിലുണ്ട്. ആ നിലയ്ക്ക് തന്നെ അവരതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നാളെ രാവിലെ മൃതദേഹവും വഹിച്ചുള്ള ഈ ആംബുലൻസ് കോഴിക്കോടേക്ക് കടന്നു വരും. കണ്ണാടിക്കലിലെ വസതിയിലേക്ക് എത്തും. ആ കുടുംബത്തിന് കുറച്ച് സമയമെങ്കിലും ഈ ഒരു മൃതദേഹത്തെ കാണാൻ കഴിയണമെന്നുള്ളതാണ്. മുഖം എന്നുള്ള നിലയിൽ കാണാൻ കഴിയുന്ന സാഹചര്യം ഇല്ല. പക്ഷേ എങ്കിൽ പോലും ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കെങ്കിലും അവർക്ക് മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്നിപ്പോൾ അല്പം മുൻപ് പോലും ഞാൻ അർജുൻ്റെ സഹോദരൻ അഭിജിത്തുമായി സംസാരിച്ചിട്ടുണ്ട്. അഭിജിത്ത് ചോദിക്കുന്നത് എങ്ങനെ ഞാൻ തിരികെ വീട്ടിലേക്ക് കയറി ചെല്ലും എന്നുള്ള ചോദ്യമാണ്. ശരിയാണ്, എങ്ങനെയാണ് സ്വന്തം ജ്യേഷ്ഠനെയും കൊണ്ട് തിരികെ വരാം എന്ന് പ്രതീക്ഷിച്ച് എത്തിയ ഒരു സഹോദരനെ സംബന്ധിച്ച് ഈ വസ്ത്രങ്ങളും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളും അങ്ങനെ അർജുൻ ബാക്കിയാക്കിയിട്ടുള്ള കുറച്ച് വസ്തുക്കൾ മാത്രം പേറിക്കൊണ്ട് അവിടേക്ക് എത്താൻ കഴിയുക എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് നൽകാൻ കഴിയില്ല. ആ തരത്തിലൊരു മനക്കരുത്തിലേക്ക് അവർ എത്തുക എന്നുള്ളത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ദുഃഖകരമായ ഒരു യാത്രയുടെ ഏറ്റവും ഒടുവിലത്തെ അർജുൻ്റെ യാത്ര കാർവാറിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു. ഇനി ഉള്ള മണിക്കൂറുകൾ കഴിഞ്ഞ് രാവിലെ കോഴിക്കോടേക്ക് എത്തി വീട്ടിലുള്ള ആളുകൾക്ക് കാണാനുതകുന്ന സാഹചര്യമില്ലെങ്കിൽ പോലും ആ നിലയ്ക്ക് അവർക്കൊരു കാണാനുള്ള സാഹചര്യം ഒരുക്കി കഴിഞ്ഞാൽ 9 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകളിലേക്ക് പോവുകയും ചെയ്യും. സുജയ, കാർവാറിൽ നിന്ന് അർജുൻ്റെ മൃതദേഹവുമായി യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നൊമ്പരമായി ഗംഗാവാലിയുടെ അടിത്തട്ടിലേക്ക് മരണം കൊണ്ടുപോയ അർജുൻ ഇപ്പോൾ തിരികെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തുകയാണ്. അർജുൻ്റെ ശേഷിപ്പുകളുമായി ഉറ്റവർ യാത്ര തിരിച്ചിരിക്കുകയാണ് കർണാടകയിലെ കാർവാറിലെ ആശുപത്രിയിൽ നിന്ന്. കേരളത്തിലേക്കുള്ള യാത്ര തിരികെ വരാൻ കൊതിച്ചിരുന്ന വീട്ടിലേക്ക്, കുഞ്ഞിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് അർജുൻ. ഇനിയെല്ലാം ഓർമ്മകളിൽ മാത്രം. അർജുനെ കാത്ത് ഒരു നാട് കാത്തിരിക്കുകയാണ്. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും ഒപ്പം സഹോദരൻ അഭിജിത്തുമുണ്ട്. AK അഷ്റഫ് MLAയും സതീഷ് കൃഷ്ണ സെയിൽ MLAയും മൃതദേഹത്തോടൊപ്പം കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു.
അർജുൻ്റെ അവസാന യാത്ര കണ്ണീരോർമ്മയായി എന്നുമുണ്ടാകും അർജുൻ നമുക്കൊപ്പം. പ്രിയപ്പെട്ട അർജുൻ, ഞങ്ങളിൽ ഒരാളായി, ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായി എന്നുമുണ്ടാകും അർജുൻ.